33-ാം വാർഷികത്തോടനുബന്ധിച്ച് 33 വജ്രമോതിരങ്ങളും ബമ്പർ സമ്മാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കും. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, കച്ചേരി താഴം, മൂവാറ്റുപുഴ. ഇനി ആഘോഷം തോട്ടത്തിൽ ഫാഷൻ ജുവലറിക്കൊപ്പം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഒക്ടോബർ 21-ന് കോതമംഗലത്ത് തുടക്കം കുറിക്കും. മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി യോഗം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. 21ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 21, 22, 23 തീയതികളിൽ കോതമംഗലത്ത് നടത്തപ്പെടും. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച സംഘാടക സമിതി യോഗം ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P. രാജീവ് രക്ഷാധികാരിയുമായും ജില്ലയിലെ MPമാർ, MLAമാർ എന്നിവർ സഹ രക്ഷാധികാരികളായും ആന്റണി ജോൺ MLA ചെയർമാനായും കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി വൈസ് ചെയർമാനായും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി G. അലക്സാണ്ടർ ജനറൽ കൺവീനറായും സംഘാടക സമിതി രൂപീകരിച്ചു. കോതമംഗലം നഗരസഭാ അംഗങ്ങൾ ചെയർമാനായും അധ്യാപക സംഘടനാ പ്രതിനിധികൾ കൺവീനറായും വിവിധ സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. 14 ഉപജില്ലകളിൽ നിന്നായി 93 ഇനങ്ങളിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ 2600ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. കോതമംഗലം നഗരസഭാ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി യോഗത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹണി G. അലക്സാണ്ടർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ KV തോമസ്, ജോസ് വർഗീസ്, KN നൌഷാദ്, ജില്ലാ സ്പോർട്സ് സെക്രട്ടറി ജോർജ് ജോൺ, കോതമംഗലം മാർബേസിൽ HSS പ്രിൻസിപ്പൽ ഫാദർ PO പൗലോസ്, പ്രധാന അധ്യാപിക ബിന്ദു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.